നമസ്കാരം പ്രിയപ്പെട്ടവരെ. തൃശ്ശൂരിലെ രാജാവിൻ്റെ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് പ്രജകളെ കാണാൻ വേണ്ടി വർഷത്തിലൊരിക്കൽ മഹാബലി പാതാളത്തിൽ നിന്നും ഭൂമിയിലേക്ക് എത്താറുണ്ട് അല്ലേ? പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കാനും പ്രജകളെയൊക്കെ ഒരു നോക്ക് കണ്ടിട്ട് സന്തോഷമായിട്ട് തിരിച്ചു പോകാൻ വേണ്ടിയാണ് മഹാബലി കേരളത്തിലേക്ക് എത്തുന്നത്. പക്ഷെ ഈ തമ്പ്രാൻ അല്ലെങ്കിൽ ഈ രാജാവുണ്ടല്ലോ, അതൊരു ഒന്നൊന്നര ഐറ്റം തന്നെയാണ് കേട്ടോ. ഇപ്പൊ കലങ്ങിന്റെ മുകളിൽ ഇരുന്നു കൊണ്ടാണ് രാജാവ് ഭരണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ട ആളുകളെ കണ്ടാൽ, അതായത് ഇവന്റെ ഭാഷയിൽ പറഞ്ഞാൽ പ്രജകൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഇവിടുത്തെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിട്ടുള്ള ജനങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക കാറ്റഗറിയിലുള്ള ജനങ്ങളാണെന്നുണ്ടെങ്കിൽ ഇവനത് പുച്ഛമാണ്. കാരണം ഞാൻ ഉന്നത കൊലയാണല്ലോ, ഞാൻ അടുത്ത ജന്മം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മറ്റേ പൂനൂലിട്ട ബ്രാഹ്മണനാകണം, അയ്യനെ സേവിക്കണം എന്നൊക്കെ പറഞ്ഞു നടന്നിട്ടുള്ള ആ ഒരു ചിന്താഗതിയിൽ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ രാജാവ് ഇപ്പൊ പുതിയ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്, ഞാൻ ഇത്രയും കാലം ജോലി ചെയ്തിട്ട് ഒരു നയാ പൈസ പോലും ഞാൻ എടുത്ത് ഞണ്ണിയിട്ടില്ല, അതെല്ലാം ഈ പ്രജകളുടെ കഞ്ഞിച്ചട്ടിക്കകത്തേക്കാണ് ഞാൻ കൊടുക്കുന്നതെന്ന്. ഇത്ര ഉളുപ്പില്ലാത്ത ജയിപ്പിച്ച് വിട്ടിട്ടുള്ള തൃശ്ശൂരുകാരിലെ ജനങ്ങൾക്ക് ഇതല്ല, ഇതിന്റെ അപ്പുറവും കിട്ടണം. ഈ തൃശ്ശൂർ ഇലക്ഷനിൽ വന്ന് നിന്ന സമയത്ത് വിവരവും വിദ്യാഭ്യാസവും ബുദ്ധിയുമുള്ള ആളുകൾ പറഞ്ഞിരുന്നു, ഈ കോഴിത്തമ്പുരാൻ അവിടെ വിജയിപ്പിക്കരുത്, വിജയിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളത്. ചെമ്പ് കിരീടം കൊടുത്ത് മാതാവിനെ പറ്റിച്ചു. കരിവണ്ണൂർ ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്ന പൈസ ഞാൻ കണ്ടെത്തി തരാമെന്ന് പറഞ്ഞിട്ട് ആ പാവം ജനങ്ങളെ പറ്റി. മെട്രോ ഞാൻ ഇവിടുന്ന് മറ്റേ അങ്ങ് അറ്റം വരെ നീട്ടുമെന്ന് പറഞ്ഞിട്ട് അതും പറ്റിച്ചു. ഇപ്പൊ അവസാനം എയിംസ് എന്ന് പറയുന്ന സാധനം തൃശ്ശൂർ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ഇപ്പൊ അതും പറ്റിച്ചു. അടുത്ത വാഗ്ദാനങ്ങൾ ഒന്നും നടപ്പാക്കാൻ കഴിയില്ലാത്ത ഒരു പോങ്ങനായിട്ടുള്ള വിവരക്കേട് വിളിച്ചു പറയുന്ന ഇയാളെ കേരളത്തിലെ ജനങ്ങൾ ഇപ്പിക്കേണ്ടത്. തമ്പ്രാൻ ചമഞ്ഞ് നടക്കുന്ന ഈ വൃത്തികെട്ട ആള് കഴിഞ്ഞ കലങ്ങുകൂട്ടി ചർച്ചയിൽ ഒരു പാവം അമ്മ വന്നിട്ട് അവരുടെ ഒരു വിഷമം പറഞ്ഞു. കരിവണ്ണൂർ ബാങ്കിൽ ഞാൻ പൈസ നിക്ഷേപിച്ചിട്ടുണ്ട്, സാറല്ലേ പറഞ്ഞത് ഞങ്ങൾക്കത് തിരിച്ചു തരാന്ന്. അപ്പൊ കൊടുത്ത മറുപടി നിങ്ങൾ എല്ലാവരും കേട്ടതാണല്ലോ അല്ലെ? അത് ഈടി പിടിച്ചു വെച്ചിട്ടുണ്ട്, അത് നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പോയി മേടിച്ച് നിങ്ങൾക്ക് തരാൻ എന്ന്. കോവിത്തമ്പുരാന്റെ മുഖ്യമന്ത്രിയല്ലേ? അതല്ലല്ലോ, കാരണം പുള്ളി രാജാവാണല്ലോ, പാതാളത്തിൽ നിന്ന് അങ്ങോട്ട് പൊങ്ങി വന്നതാണല്ലോ അല്ലേ? അതുകൊണ്ട് അയാളുടെ മുഖ്യമന്ത്രി ആകാനായിട്ടുള്ള ചാൻസ് കുറവാണ്. മറ്റൊന്ന്, ഒരു സാധു മനുഷ്യൻ അദ്ദേഹത്തിന്റെ വീട് വെക്കുന്നതിന്റെ ആവശ്യവുമായിട്ട് ഒരു നിവേദനവുമായി വന്നപ്പോഴത്തേക്ക് അത് കൈകൊണ്ട് പോലും തൊടാൻ അറയ്ക്കുന്ന ഈ തമ്പ്രാന ഇനി കേരളത്തിലെ ജനങ്ങൾ എന്താ പറയേണ്ടത്? കേരളത്തിലെ ജനങ്ങൾ, ബുദ്ധിയുള്ളവർ, നിങ്ങൾ ചിന്തിക്കുക. ഒരു സാധനത്തിന് തൃശ്ശൂരിൽ നിന്ന് ജയിപ്പിച്ചിട്ട് ഈ ആളാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിങ്ങൾ ഒന്നോ രണ്ടോ ജില്ലകൾ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവന്റെയൊക്കെ അവസ്ഥ? എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് ഒന്ന് പോകാം. ഈ തമ്പ്രാന പൊളിച്ചടുക്കുന്ന ഒരു വീഡിയോ, ആ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ BJPക്ക് സ്വാധീനമുള്ള തിരുവനന്തപുരത്തും പാലക്കാടും അല്ല നിന്ന് ജയിച്ചത്. സ്വാധീനം ഇനി ജനിക്കുക പോലുമില്ല എന്ന് പറയുന്ന തൃശ്ശൂരിൽ നിന്നാണ് എനിക്ക് ജയിക്കാൻ സാധിച്ചതെങ്കിൽ ആ ദൈവം കൂടെ നിൽക്കുന്നുണ്ടാണ്. ഞാനിത് പറയുമ്പോൾ എൻ്റെ കണ്ണ് നിറയരുതെന്ന് ഞാൻ നല്ല നിശ്ചയത്തോടെ പിടിച്ച് നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇത് പറയുമ്പോൾ എൻ്റെ ഹൃദയം നല്ലതുപോലെ തുടിക്കുന്നുണ്ട്, നല്ലതുപോലെ സങ്കടവുമുണ്ട്. എന്തൊക്കെ കഥകളാണ് ഉണ്ടാക്കുന്നത്? പൂരം കലക്കി, ചെമ്പ് കലക്കി, ഗോപിയാശാനെ കലക്കി, RLVയെ കലക്കി, ഇതെല്ലാം കഴിഞ്ഞ് വോട്ട് കലക്കി, ശവങ്ങളെ കൊണ്ട് വോട്ട് ചെയ്ത് ജയിച്ചവന്മാരാണ് ഇത്രയും കാലം നിങ്ങളെ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ചത്ത ശവങ്ങളെ 25 വർഷം മുമ്പ് അടക്കം ചെയ്ത ശവങ്ങളെ കൊണ്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ? എനിക്ക് ഇത്രയും നിങ്ങളോട് പറയാനുള്ളൂ. കേരളത്തിൽ ഇത്തവണയെങ്കിലും, ഇനി ഇത്തവണ വന്നില്ലെങ്കിൽ പോലും ശക്തമായ സാന്നിധ്യം നിയമസഭയിൽ അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ രക്ഷയ്ക്കായി പുതിയൊരു ഉദയം രാഷ്ട്രീയ ഭരണ സമ്പ്രദായത്തിൽ ഉണ്ടാവണം. അതിന് ദൃഢമായ നിശ്ചയം, ഇപ്പോഴുള്ള ചില നിശ്ചയങ്ങളിൽ മാറ്റം വരുത്തണം. എല്ലാം മുടച്ച് പുതിയൊരു കാസ്റ്റിലേക്ക് ഇത് കൊണ്ടുവരണം, ഒരു ഘടനയിലേക്ക്, ഒരു രൂപത്തിലേക്ക് ഇത് കൊണ്ടുവരണമെന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട്. ഒരു ഡബിൾ എൻജിൻ സർക്കാർ ഇവിടെ ആവശ്യമാണ്. അതിൻ്റെ വ്യത്യാസം നിങ്ങൾ അറിയും. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ കലിംഗ സംഗമത്തിൻ്റെ ഉദ്ദേശം ഇതേ അല്ല. പക്ഷെ ഇവരെന്തുകൊണ്ട് ഈ സംഗമത്തെ ഭയപ്പെടുന്നു? ഇതിൻ്റെ ഫലം ഇതാണെന്ന് അവർക്കറിയാം. അപ്പം എന്ത് വക്രം എഴുന്നള്ളിച്ചും ഇതില്ലായ്മ ചെയ്യാൻ അവർ ശ്രമിക്കും, അവർക്ക് വേണ്ടി കൂട്ടും നിൽക്കും. എനിക്കതിൽ വിഷമമില്ല. ഞാൻ ഇനിയും ഇത് തുടർന്നു കൊണ്ടിരിക്കും. ഇപ്പോഴും ചോദിക്കുന്നില്ലേ,
എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് വരുമോ എന്ന്. ഇവിടെ ഇടുക്കി ജില്ലയിൽ ഒരു 8 പഞ്ചായത്തുകളിലേക്കെങ്കിലും ഇപ്പം തന്നെ ലിസ്റ്റ് തന്നിട്ടുണ്ട്. ഞാൻ എത്ര സ്ഥലത്ത് പോകും? ഞാൻ മന്ത്രിയുടെ ജോലി ചെയ്യണം, ഞാൻ ഇവിടെ നിന്നാൽ പറയും ഇയാൾക്ക് ഡൽഹിയിൽ പണിയൊന്നുമില്ല എന്ന്. ഡൽഹിയിൽ പോയിരുന്നാൽ ചോദിക്കും നാട്ടിൽ കാണാനില്ലല്ലോ എന്ന്. സിനിമയിൽ അഭിനയിച്ച ഇയാൾക്ക് ഇതാ നല്ല പണി. ഈ പറയുന്നവന്മാർക്കൊക്കെ എന്ത് മൂല്യമുണ്ട്, എന്ത് ജന്മോദ്ദേശമുണ്ട് അല്ലേ? ഇതെല്ലാം നിങ്ങൾ ആലോചിക്കണം. ഞാൻ സേവനത്തിനങ്ങ് പൂർണ്ണമായിട്ട് ഇറങ്ങിയെന്ന് ഞാൻ പറയുന്നില്ല, എന്നെ കൊണ്ടാവുന്നത് ഞാൻ ചെയ്യുന്നു. ഇനി ഒരിടത്തൊരു രാജാവുണ്ട്, തൃശ്ശൂർ ഭരിക്കുന്ന രാജാവ്. കേന്ദ്രമന്ത്രിയും MP-യുമായ സാക്ഷാൽ സുരേഷ് ഗോപി. കലിങ്കിലിരുന്ന് രാജഭരണകാലത്ത് സ്റ്റക്കായി പോയ രാജാവ്. ഇവിടെ ജനാധിപത്യ സംവിധാനം എന്നൊന്ന് ഉണ്ടെന്ന് ഇതുവരെ ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിക്ക് മനസ്സിലായിട്ടില്ലേ? ജനാധിപത്യ സംവിധാനത്തിലേക്ക് വണ്ടി കിട്ടാത്ത ഉന്നതകുല ജാതനാകാൻ വെമ്പുന്ന സുരേഷ് ഗോപി അറിയാൻ ചെറിയ തിരുത്തുണ്ട്. പ്രജകളല്ല ഞങ്ങൾ, പൗരന്മാരാണ്. കഞ്ഞിപ്പാത്രമല്ല, ഇത് ഡെമോക്രസിയാണ്. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ബ്രാഹ്മണൻ എന്നൊക്കെ പറഞ്ഞാൽ ഈ വക്രമേ യവന്മാർക്കുള്ളൂ. അവരാണ് ഇപ്പൊ പുലമ്പുന്നത്. പറഞ്ഞു മനസ്സിലായ? ഒരു ഗുണവുമില്ലാത്ത ആൾക്കാരാണ് ഇത് പറയുന്നത്. ഇൻഡറ്റ് ഞാൻ കടപ്പെട്ടിരിക്കുന്നത് പ്രജകളോട് മാത്രമാണ്. വ്യക്തമാണ്. ആ പ്രജകൾക്ക് ഞാൻ ജാതിയുടെയോ മതത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ ഗന്ധത്തിൻ്റെയോ അതിർവരമ്പുകൾ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. പക്ഷെ ഞാൻ സൃഷ്ടിച്ചു എന്ന് നിർബന്ധപൂർവം ദുഷ്ടലാക്കോടെ അത് അവതരിപ്പിക്കുന്നവന്മാർ നാശത്തിലേക്ക്, അത്ര എനിക്ക് പറയാൻ പറ്റും. ചെയ്യാവുന്നതിൻ്റെ എൻ്റെ നടുവൊടിയുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. അതിനപ്പുറം ഇങ്ങോട്ട് ആവശ്യപ്പെട്ടാൽ എനിക്ക് ചെയ്യാൻ ഒക്കത്തില്ല. പക്ഷെ ഞാൻ കണ്ടെത്തുന്നുണ്ട്. അതില്ലാത്ത സമയത്തും കൊടുക്കാൻ വേണ്ടി എൻ്റെ കയ്യിലുള്ള കോർപ്പസ് ഫണ്ട് ഞാൻ കഴിഞ്ഞ രാജ്യസഭയിലിരിക്കും 6 വർഷവും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ശമ്പളം തൊട്ടിട്ടില്ല. മുഴുവൻ ജനങ്ങളുടെ കഞ്ഞിപ്പാത്രത്തിൽ എത്തിയിട്ടുണ്ട്. തമ്പ്രാൻ എന്തായാലും നമ്മുടെ രാജാവ് ഇത് പറഞ്ഞപ്പോൾ അടുത്തിരുന്ന ചില വേട്ടാവളിയൻ പ്രജകളെല്ലാം കൂടെ കൈയടിച്ച് നിങ്ങൾ കണ്ടല്ലോ അല്ലേ? എന്തായാലും നമ്മളൊന്നും പ്രജകളല്ല, നമ്മളൊക്കെ രാജ്യത്തിന്റെ പൗരന്മാരാണ്. ഇത് ജനാധിപത്യ രാജ്യമാണ്. രാജഭരണമൊക്കെ കഴിഞ്ഞു പോയി എന്നുള്ളത് ഈ വേട്ടാവളിയൻ തമ്പ്രാന് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പോഴും പുള്ളിക്കാരൻ വിചാരിക്കുന്നത് ഞാൻ ഈ രാജ്യത്തിന്റെ രാജാവാണ് എന്ന. സത്യത്തിൽ കേരളത്തിലെ മലയാളികളെ ഓരോരുത്തരെയും അപമാനിക്കുകയല്ല ഇയാൾ ചെയ്തത്. ഈ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു വിട്ട ഓരോ ആളുകളെയും അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയല്ലേ ഇയാൾ അവിടെ നടത്തിയിരിക്കുന്നത്. എനിക്ക് കിട്ടുന്ന ശമ്പളം മുഴുവൻ ഞാൻ പ്രജകളുടെ കഞ്ഞിപ്പാത്രത്തിൽ തള്ളുകയാണെന്ന്. ഇപ്പത്തരമല്ലേ ഇയാൾ പറയുന്നത്? അല്പനാണ് ഇയാൾ. കാരണം 3 പേരെ കണ്ട് ഞാനെന്തോ സ്വന്തം കാശെടുത്തിട്ട് ഞാൻ അവർക്ക് സഹായിച്ചിട്ടുണ്ട്, അത് പോയി തിരക്കി കഴിഞ്ഞാൽ അറിയാം എന്ന് പറയുമ്പോൾ അത് അല്പത്തരമെന്നല്ലാതെ എന്താ പറയണ്ട. ഈ രാജ്യത്ത് എത്രയോ ആളുകൾ ചെയ്യുന്ന നല്ല നല്ല പ്രവർത്തികൾ അവർ പറയാൻ പോലും ആഗ്രഹിക്കുന്നില്ല. കാരണം അതിനൊക്കെ പ്രതിഫലം കൊടുക്കുന്നത് ദൈവം തമ്പുരാനാ. അയാളാണ് ഇതെല്ലാം ഇവർക്ക് കൊടുക്കുന്നത്. അവന്റെ ഇച്ഛയ്ക്കനുസരിച്ചിട്ടാണ് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ദാഷ്ട്യം കാണിക്കുന്ന, വർഷത്തിലൊരിക്കൽ പ്രജകളെ കാണാൻ വേണ്ടി വരുന്ന മഹാബലി തമ്പുരാനൊന്നും അല്ല താൻ വെറും ഒരു മനുഷ്യനാണ്. പക്ഷേ ആ ഗുണം താൻ പല കാര്യത്തിലും കാണിക്കാറില്ല എന്നുള്ളത് ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി വരുന്നുണ്ട്. ഒരു സാധനത്തിനെ വിജയിപ്പിച്ച് വിട്ടപ്പോൾ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ഇത്രയും അപമാനമാണ് ഏൽക്കുന്നുണ്ടെങ്കിൽ ഒരു 3-4 ഉണ്ടായിരുന്നുള്ള അവസ്ഥയെ കുറിച്ചിട്ട് എൻ്റെ കേരളത്തിലെ പൊതുജനങ്ങളെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. എന്തായിരിക്കും നമ്മുടെ കേരളത്തിൻ്റെ ഒരു അവസ്ഥ അല്ലേ? എന്താണെങ്കിലും ഇതിനൊക്കെ കൃത്യമായി മറുപടി കൊടുക്കേണ്ടത് പ്രജകളല്ല, ഈ നാട്ടിലെ പൗരബോധമുള്ള, വിവേകമുള്ള, ബുദ്ധിയും ചിന്താശക്തിയുമുള്ള നിങ്ങളെപ്പോലുള്ള ആളുകളാണ് ഇതിനൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുക്കേണ്ടത്. അത് നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും